ദി വയർ എന്ന് പറയുന്ന ഒരു മാധ്യമം, ഇന്ത്യൻ മാധ്യമമാണ്. അവർക്ക് ഇളകിയിട്ടുണ്ട്, വയർ ഇളകിയിട്ടുണ്ട്. അവരിളകിയിട്ട് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ആ ലേഖനത്തിൻ്റെ മലയാള പരിഭാഷ ആദ്യം ഞാനൊന്ന് പറയാം. ഇറാനും അമേരിക്കയ്ക്കും ഇടയിലുള്ള പ്രാഥമിക ബാക്ക് ചാനൽ മധ്യസ്ഥരായിട്ട് ഈജിപ്തിനും തുർക്കിക്കുമൊപ്പം പാകിസ്ഥാൻ ഉയർന്നു വരുന്നത് ന്യൂഡൽഹിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തന്ത്രപരമായ തിരിച്ചടിയാണ്. പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്നതിനും നരേന്ദ്രമോദിയുടെ വ്യക്തിപരമായ നേതൃത്വത്തിന് കീഴിൽ ഇന്ത്യയെ ഒഴിച്ചുകൂടാനാവാത്ത വിശ്വഗുരുവായി ഉയർത്തിക്കാട്ടുന്നതിനും വേണ്ടി തങ്ങളുടെ പ്രശസ്തി പണയം വെച്ച ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവ വികാസം ഒരു രാഷ്ട്രീയവും നയതന്ത്രപരവുമായ ദുരന്തത്തിൽ കുറഞ്ഞൊന്നുമല്ല. സ്വതന്ത്ര ഇന്ത്യയുടെ നയതന്ത്ര ചരിത്രത്തിലെ ഏറ്റവും അപമാനകരമായ നിമിഷങ്ങളിലൊന്നായ ഇത് മോദിയുടെ വിദേശ നയത്തിലെ ദിശയില്ലായ്മയെ തുറന്നു കാട്ടുന്നു എന്നാണ് ലേഖനത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. അതായത് ഇതിനകത്ത് ഈ ഒരു മാധ്യമം ഒരു കൃത്യമായ അജണ്ടയോടെയൊക്കെ പ്രവർത്തിക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് മാധ്യമങ്ങളുണ്ട്. പക്ഷെ ഇത്തരം ലേഖനങ്ങൾ ഒരുപാട് മനുഷ്യരെ സ്വാധീനിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായും നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ. ഈ ലേഖനത്തിൽ പറയുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും അപമാനകരമായ നിമിഷങ്ങളിൽ ഒന്നാണത്രേ ഇറാനും അമേരിക്കയ്ക്കും ഇടയിലുള്ള പ്രാഥമിക ബാക്ക് ചാനലായിട്ട്, അതായത് മധ്യസ്ഥരായിട്ട് ഈജിപ്തിനും തുർക്കിക്കുമൊപ്പം പാകിസ്ഥാൻ ഉയർന്നു വരുന്നത്. ഇതിലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഇറാൻ എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ അവരുടെ കൂട്ടത്തിൽ ഒരു രാജ്യവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം നടക്കുമ്പോൾ അതിൽ ചർച്ചകളിൽ സജീവമായിട്ടുണ്ടാവുക സ്വാഭാവികമാണ്. കേവലം തുർക്കിയോ ഈജിപ്റ്റോ പാകിസ്ഥാനോ മാത്രമല്ല, ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഇതിൽ ആക്റ്റീവായിട്ട് ഇടപെടുന്നുണ്ട്. ഇതിന്റെ കാരണം ഇതെല്ലാം ഇസ്ലാമിക രാജ്യങ്ങളാണ്. മറ്റൊന്ന്, ഈജിപ്റ്റ് എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു സാമന്ത രാഷ്ട്രമാണ്. അമേരിക്ക പറയുന്നതിനപ്പുറം ഇല്ലാത്തൊരു രാഷ്ട്രമാണ്. തുർക്കി എന്ന് പറയുന്നത് ഒരു നാറ്റോ മെമ്പറും അമേരിക്കയുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഗൾഫ് രാജ്യങ്ങളുടെ കാര്യം ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. നമ്മളുമായി അടുപ്പമുള്ള നമ്മുടെ സുഹൃത്തായ UAEയും സൗദിയും ഒക്കെ അടക്കം അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കി നിൽക്കുന്ന അവരുടെ സാമന്തരാണ്. ഖത്തറും എല്ലാ രാജ്യങ്ങളും സാമന്തരാണ്. പാകിസ്ഥാനോ? പാകിസ്ഥാൻ അമേരിക്കയുടെ സാമന്ത രാഷ്ട്രമല്ലേ? അമേരിക്ക പറയുന്നതിനപ്പുറമോ ഇപ്പുറമോ ചലിക്കില്ല പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് വേണ്ടി തുർക്കിക്കും ഈജിപ്തിനുമൊപ്പം പാകിസ്ഥാനും ബാക്ക് ചാനലിൽ മധ്യസ്ഥത വഹിക്കാൻ നിൽക്കുന്നതിൽ എന്താണ് അത്ഭുതം? മേൽപ്പറഞ്ഞ രാജ്യങ്ങളെല്ലാം ഏതെങ്കിലും തരത്തിൽ അമേരിക്കയോട് വിധേയപ്പെട്ട രാജ്യങ്ങളാണ്. അത് നാറ്റോ മെമ്പർ എന്ന രൂപത്തിലോ അല്ലെങ്കിൽ അമേരിക്കയുടെ സാമന്തർ എന്ന രൂപത്തിലോ. എന്നാൽ ഇന്ത്യ അങ്ങനെയാണോ? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് വേണ്ടി വിടുവേല ചെയ്യലല്ല നമ്മുടെ ജോലി. ഇന്ത്യ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം എന്ന നിലയിൽ പൂർണ്ണമായും ഇന്ത്യയുടെ ഫോറിൻ പോളിസി ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ളവ മാത്രമാണ്. അല്ലാതെ അമേരിക്ക പറയുന്ന ഉടനെ പോയി കേട്ട് മധ്യസ്ഥത വഹിക്കേണ്ടത് ഇന്ത്യയുടെ ജോലിയല്ല. ഇന്ത്യ ഇവിടെ ഇടപെടുന്നത് അമേരിക്കയുമായി നമ്മൾ സംസാരിക്കും, ഇറാനുമായിട്ട് നമ്മൾ സംസാരിക്കും, ഇസ്രായേലുമായി സംസാരിക്കും. യുദ്ധം പരിഹാരമല്ല എന്ന് പറയും, ചർച്ചകൾ നടത്തണമെന്ന് പറയും. മറിച്ച് മധ്യസ്ഥത വഹിക്കേണ്ടത് നമ്മുടെ ജോലിയല്ല. ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് പ്രഥമ പരിഗണന കൊടുക്കുന്നത്. ഇന്ത്യയിലേക്കുള്ള കപ്പലുകൾ തടസ്സമില്ലാതെ ഇങ്ങോട്ട് വരണം. ഇന്ത്യയിലെ ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാവരുത്. ഈ രാജ്യങ്ങളിലൊക്കെയുള്ള ഇന്ത്യൻ പൗരന്മാരുടെ ജീവന് സുരക്ഷ ഉറപ്പുവരുത്തണം. ഗൾഫിൽ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുണ്ട്. അവരുടെ തൊഴിലും അവരുടെ ജീവനും അതിന് സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് ഇന്ത്യയുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ഇന്ത്യ നിരന്തരമായി ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നത്. അല്ലാതെ അമേരിക്കയുടെ അടിമപ്പണി ചെയ്യുന്ന പാകിസ്ഥാനെ പോലെ അല്ല ഇന്ത്യ. ഇവിടെ ഇത്തരം ഒരു കമ്പാരിസൺ തന്നെ വയർ പോലെയുള്ള ഒരു മാധ്യമം നടത്തുന്നത് തീർത്തും നിരുത്തരവാദപരവും രാഷ്ട്രീയ പ്രേരിതവുമായിട്ടാണ് എന്നത് പറയാതെ വയ്യ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള മോദിയുടെ നയം തകർന്നു എന്നാണ് പറയുന്നത്. ഒരു ദശാബ്ദ കാലമായിട്ട് നരേന്ദ്രമോദിയുടെ വിദേശ നയത്തിന്റെ ആണിക്കല്ല് പാകിസ്ഥാനെ നയതന്ത്രപരമായി അപ്രസക്തമാക്കാനുള്ള ശ്രമമായിരുന്നു. എന്നാൽ ഈ വാർത്ത ആ തന്ത്രം പരാജയപ്പെട്ടു എന്ന് തെളിയിക്കുകയാണ്. ഒരു ആഗോള വൻശക്തിയും പ്രാദേശിക വൻശക്തിയും തമ്മിലുള്ള സംഘർഷം തടയുക എന്ന നിർണായക ഘട്ടത്തിൽ അമേരിക്ക മോദിയെ അല്ല, പകരം അസീം മുനീറിനെയാണ് സമീപിച്ചത്. പാകിസ്ഥാൻ ഇപ്പോഴും ഒരു നിർണായക രാജ്യമായി തുടരുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണെന്ന് വയർ പറയുന്നു. പാകിസ്ഥാൻ ഒരു നിർണായക രാജ്യമല്ല എന്ന് ആരാണ് പറയുന്നത്? 122 കോടി ജനങ്ങളുള്ള ഒരു രാജ്യം തീർച്ചയായിട്ടും ഈ ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. പാകിസ്ഥാൻ അതിലുപരിയായിട്ട് ഒരു ആണവ രാഷ്ട്രം കൂടിയാണ്. എന്നാൽ ഇന്ത്യ പാകിസ്ഥാന്റെ ഡബിൾ സ്റ്റാൻഡേർഡ് തുറന്നു കാട്ടാനാണ് ശ്രമിച്ചത്. ഒരേ സമയം തങ്ങൾ ഭീകരവാദത്തിനെതിരെ പോരാടുന്നു എന്ന് പറയുന്ന പാകിസ്ഥാൻ ഇന്ത്യയിൽ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളുടെ അവരുടെ മറ്റൊരു മുഖം ലോകത്തിന് മുന്നിൽ കാണിക്കാനാണ് ഇന്ത്യ ശ്രമിച്ചിട്ടുള്ളത്. പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ വിജയിച്ചില്ല എന്ന് പറയാൻ പറ്റുമോ? അമേരിക്ക മുൻകാലങ്ങളിൽ പാകിസ്ഥാന് നൽകി വന്നിരുന്ന പിന്തുണ ഇപ്പോൾ നൽകുന്നില്ല എന്ന് മാത്രമല്ല,
അമേരിക്ക മാത്രമല്ല, യൂറോപ്പ് അടക്കം ഇന്ന് പാകിസ്ഥാനോട് വലിയ അടുപ്പമൊന്നും മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന അടുപ്പം കാണിക്കുന്നില്ല. ഈ മുൻകാലം എന്താണ്? ശീതയുദ്ധ കാലം തൊട്ട് അമേരിക്കൻ സഖ്യത്തിന്റെ ഭാഗമാണ് പാകിസ്ഥാൻ. അമേരിക്കയുടെ അഫ്ഗാനിസ്ഥാൻ മിഷനും മിഡിൽ ഈസ്റ്റ് പദ്ധതികളിലും സോവിയറ്റ് യൂണിയനെ തകർക്കാനുള്ള ശ്രമങ്ങളിലുമെല്ലാം പാകിസ്ഥാൻ ഒരു ഭാഗമായിരുന്നു. ഇസ്ലാമിക രാജ്യങ്ങളിൽ അമേരിക്ക നടത്തിയ ഓപ്പറേഷൻസിലെല്ലാം പാകിസ്ഥാന്റെ പിന്തുണ അമേരിക്കയുടെ കൂടെയായിരുന്നു. അമേരിക്കയ്ക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ അമേരിക്ക പാകിസ്ഥാന്റെ സഹായം തേടാറുണ്ട്. ഇപ്പോഴും അവർ തേടും, ഇനിയും അത് തുടരും. പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്ററാണ് പറഞ്ഞത്, ഞങ്ങളെ ടിഷ്യൂ പേപ്പറിനെ പോലെ യൂസ് ആൻഡ് ത്രോ ആണ് അമേരിക്ക കഴിഞ്ഞ 3 പതിറ്റാണ്ടായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. ഇന്ത്യക്കാരും അല്ല പറഞ്ഞത്. അപ്പോൾ പാകിസ്ഥാനെ എപ്പോഴും അമേരിക്ക ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പാകിസ്ഥാനെ കൊണ്ട് ആവശ്യമുണ്ട്. മാത്രമല്ല, ഇറാനെതിരായിട്ട് ഒരു കരയുദ്ധം നടത്തുകയാണെങ്കിൽ പാകിസ്ഥാനിലെ ബേസുകൾ കൂടി കിട്ടുമോ എന്നത് അമേരിക്കയുടെ ഒരു ലക്ഷ്യമാണ്. അഫ്ഗാനിസ്ഥാനിലെ മിലിറ്ററി ബേസ് പിടിച്ചെടുക്കുക എന്നത് അമേരിക്കയുടെ ലക്ഷ്യമാണ്. അതിനും പാകിസ്ഥാന്റെ സഹായം അമേരിക്കയ്ക്ക് ആവശ്യമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ട്രംപ് ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. മോദി പോയി പണി നോക്കാൻ പറയും. ട്രംപിന്റെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അസിം മുനീറിനെ വിളിക്കണം. അത് തന്നെയാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള കൂലിത്തല്ലുകാരനായിട്ടുള്ള പാകിസ്ഥാനിലെ സൈനിക മേധാവിയാണ് അവർ ഇതിന്റെ കാര്യങ്ങൾക്കായി ക്ഷണിച്ചത്. ഇന്ത്യയെ ക്ഷണിച്ചാൽ ഇന്ത്യ പറയും സൗകര്യമില്ല എന്ന്. ഇവിടെയാണ് വ്യത്യാസം. ദ വയർ മാധ്യമം എങ്ങനെയാണ് കാര്യങ്ങളെ വളച്ചൊടിച്ച് ഇന്ത്യക്ക് എതിരാക്കി മാറ്റുന്നത് എന്ന് നോക്കൂ ഒരു ലേഖനത്തിലൂടെ. ഇതേ മാധ്യമം തന്നെ ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണമാണ്, US ഉപരോധങ്ങൾ ഒഴിവാക്കാൻ ഇന്ത്യ ഓരോ നീക്കവും ശ്രദ്ധയോടെ നടത്തുമ്പോൾ വാഷിംഗ്ടണും ടെഹ്റാനും പാകിസ്ഥാനെ വിശ്വസിക്കുന്നത് ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയം ഭരണാധികാരം മോദിക്ക് കീഴിൽ ഇല്ലാതായി എന്നതിന്റെ തെളിവാണ്. ഇറാനുമായിട്ടുള്ള ഇന്ത്യയുടെ ദീർഘകാല ബന്ധം നഷ്ടപ്പെടാൻ ഇത് കാരണമായി. ഇന്ത്യ ഇപ്പോൾ വെറും കാഴ്ചക്കാരനായി മാറി നിൽക്കുന്നു. പിന്നെ ഇന്ത്യ പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 10 റൗണ്ട് ഓടിയാൽ മതിയോ? 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുന്ന സമയത്ത് ഇന്ത്യ പിന്നെ എന്താണ് വേണ്ടത്? അങ്ങോട്ട് പോയിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കണോ? അതോ തല്ലരുതെന്ന് പറഞ്ഞിട്ട് ഇടയിൽ കയറി നിന്നിട്ട് ആള് കളിക്കണമോ? ഇന്ത്യക്ക് അതൊന്നും ഇന്ത്യയുടെ വിഷയമേ അല്ല. എവിടെയാണ് ചൈന? ഇന്ത്യയെക്കാൾ പവർഫുൾ ആയിട്ടുള്ള, എക്കണോമിക്കലി സ്ട്രോങ് ആയിട്ടുള്ള വലിയ രാജ്യമാണെന്നാണല്ലോ ചൈനയെ കുറിച്ച് പറയുന്നത്. എവിടെയാണ് ചൈന? എവിടെ? ഈ വിഷയത്തിൽ എവിടെ പോയി യൂറോപ്യൻ രാജ്യങ്ങൾ? അപ്പൊ ഇതിനകത്ത് ഇന്ത്യയുടെ താല്പര്യങ്ങളാണ് ഇന്ത്യ സംരക്ഷിക്കുന്നത്. അല്ലാതെ ഈ യുദ്ധത്തിൽ പോയിട്ട് അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ ഇറാന്റെയോ പക്ഷം പിടിക്കേണ്ട കാര്യം ഇന്ത്യക്കില്ല. വാഷിംഗ്ടണും ടെഹ്റാനും പാകിസ്ഥാനെ വിശ്വസിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഈ മാധ്യമത്തിന്റെ ഒരു കള്ളത്തരം മാത്രമാണെന്ന് പറയാതെ വയ്യ. കാരണം കഴിഞ്ഞ ഒരു 3 ദിവസം മുമ്പ് പ്രേക്ഷകർക്ക് പരിശോധിക്കാം. തുളസി ഗബ്ബാർഡ് US ഇന്റലിജൻസിന്റെ ഡയറക്ടറാണ്. തുളസി ഗബ്ബാർഡിന്റെ ഒരു റിപ്പോർട്ട് പറയുന്നത് ഇറാനും പാകിസ്ഥാനും റഷ്യയും ചൈനയുമാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ ഭീഷണി എന്നാണ്. ഈ രാജ്യങ്ങൾ അമേരിക്കയെ ലക്ഷ്യം വയ്ക്കുന്ന മിസൈലുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് ഭീഷണിയാണെന്ന് അവരുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് തന്നെ പറയുമ്പോൾ ആ പാകിസ്ഥാനെ അമേരിക്ക വിശ്വസിക്കുന്നുവെന്ന് വയർ മാധ്യമം പറയാണ്. അമേരിക്ക ആരെയോ വിശ്വസിച്ചോട്ടെ, ഇറാൻ ആരെയോ വിശ്വസിച്ചോട്ടെ, അതെങ്ങനെയാണ് ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയം ഭരണാധികാരം മോദിക്ക് കീഴിൽ ഇല്ലാതായി എന്നതിന്റെ തെളിവാകുന്നത്? എന്തെങ്കിലും അങ്ങ് വച്ച് കാച്ചിയാൽ മതിയോ? ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയം ഭരണാധികാരം ലോകത്തിന് മുന്നിൽ കൂടുതൽ ശക്തവും വെളിവുമായിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ. ഇന്നേ ദിവസം, നമ്മൾ ഈ സംസാരിക്കുന്ന ദിവസം, റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് പറഞ്ഞത് നരേന്ദ്രമോദിയുടെ കീഴിൽ ഇന്ത്യ 21st സെഞ്ചുറിയിലെ ഒരു ഗ്രേറ്റ് പവറായിട്ട് മാറുകയും മൾട്ടിപോളാർ വേൾഡിലെ നിർണായക ശക്തിയായും, അത് സാമ്പത്തികവും പൊളിറ്റിക്കലിയും ഒരു നിർണായക ശക്തിയായി മാറുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയം ഭരണാധികാരം കാണുമ്പോൾ തങ്ങൾക്ക് ഇന്ത്യയോട് ബഹുമാനം തോന്നുന്നു എന്ന് പറഞ്ഞത് റഷ്യയുടെ വിദേശകാര്യമന്ത്രിയാണ്. സോ അതിനേക്കാൾ വലുതാണോ വയർ മാധ്യമം? ഒക്കെ അപ്പുറം ഈ മാധ്യമമുണ്ടല്ലോ, ഇവര് ഒരു പടി കൂടി കടന്നിട്ട് പുതിയ നയതന്ത്ര ത്രിശക്തികളുടെ ഉദയം എന്നൊക്കെ പറഞ്ഞും കൂടെ ആ ലേഖനത്തിൽ വച്ച് കാച്ചിയിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാൻ കഴിവുള്ള ഏക രാജ്യം ഇന്ത്യയാണെന്ന് ചില ഇന്ത്യൻ മാധ്യമങ്ങൾ അവകാശപ്പെടുമ്പോൾ പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങളാണ് യഥാർത്ഥത്തിൽ സന്ദേശങ്ങൾ കൈമാറുന്നത്. ഇന്ത്യയെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഈ പുതിയ മധ്യശക്തി ബ്ലോക്കിന്റെ രൂപീകരണം ഇന്ത്യക്ക് ഗുണകരമല്ല. ഗ്ലോബൽ സൗത്തിന്റെ നേതൃത്വം ഇന്ത്യക്ക് നഷ്ടപ്പെടാൻ ഇത് കാരണമാകും എന്നൊക്കെയാണ് ഇവർ വച്ച് കാച്ചുന്നത്. ഒന്നാമതായിട്ട്, നയതന്ത്ര ലോകത്ത് എല്ലായ്പ്പോഴും ബഹളം വയ്ക്കുന്നവരല്ല കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഇറാനുമായും ഇസ്രയേലുമായും ഒരേ സമയം മികച്ച ബന്ധം പുലർത്തുന്ന ലോകത്തെ തന്നെ വളരെ ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നത്തിൽ പരസ്യമായ ഒരു പക്ഷം പിടിക്കാതെ മാറി നിൽക്കുന്നത് ഇന്ത്യയുടെ തന്ത്രപരമായ തീരുമാനമാണ്.
എന്നാൽ ഈജിപ്റ്റ് അല്ലെങ്കിൽ തുർക്കി, പാകിസ്ഥാൻ പോലെയുള്ള അമേരിക്കയുടെ സാമന്ത രാഷ്ട്രങ്ങൾ ഈ വിഷയത്തിൽ ഇറാനുമായി ചർച്ച നടത്തുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, അമേരിക്കയുടെ താല്പര്യങ്ങൾ ഇവരിലൂടെ അമേരിക്ക നടപ്പിലാക്കാനും സംരക്ഷിക്കാനും ശ്രമിക്കുന്നുവെന്ന്. രണ്ട്, ഇസ്ലാമിക രാജ്യങ്ങളിലെ പ്രധാന രാജ്യങ്ങൾ എന്ന നിലയിൽ ഈ മൂന്ന് രാജ്യങ്ങളും മറ്റൊരു ഇസ്ലാമിക രാജ്യമായ ഇറാനുമായിട്ട് നടത്തുന്ന ചർച്ചകൾ. ഇതിന് അങ്ങനെ രണ്ട് വശങ്ങൾ കൂടിയുണ്ട്. അതല്ലാതെ ഈ രാജ്യങ്ങൾക്ക് ആഗോളതലത്തിൽ എന്തെങ്കിലും ഒരു പ്രസക്തി ഉണ്ട് എന്ന് കരുതുക വയ്യ. ശരിക്കും മിഡിൽ ഈസ്റ്റിലെ വിഷയം വരുമ്പോൾ അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളിലെ വിഷയങ്ങൾ വരുമ്പോൾ അവിടെ തുർക്കിക്കും അല്ലെങ്കിൽ ഈജിപ്തിനും പാകിസ്ഥാനും ഒക്കെ സ്വാഭാവികമായ ചില ഇടപെടലുകൾ നടത്തേണ്ടി വരും. അതേസമയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഈ രീതിയിലല്ല കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പൊ ഇന്ത്യക്ക് ഹോർമുസ് കടലിടുക്ക് വഴി നമ്മുടെ കപ്പലുകൾ കൊണ്ടുവരാൻ അമേരിക്കയുടെ അനുവാദത്തിന്റെയോ അല്ലെങ്കിൽ അമേരിക്കയുടെ സഹായത്തിന്റെയോ ഈ പറയുന്ന പാകിസ്ഥാന്റെയോ തുർക്കിയുടെയോ ഇടപെടലിന്റെയോ ആവശ്യമില്ല. ഡയറക്റ്റ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി നേരെ ഇറാന്റെ വിദേശകാര്യമന്ത്രിയെ വിളിക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റുമായി ചർച്ച നടക്കുന്നു. നിമിഷങ്ങൾക്കകമാണ് ഇന്ത്യയുടെ കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോയത്. കാരണം ഇന്ത്യക്ക് ഒരു മധ്യസ്ഥന്റെ ആവശ്യമില്ല ഇത്തരം വിഷയങ്ങളിൽ ഇറാനുമായി സംസാരിക്കാൻ. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന രാജ്യമല്ല ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ വിളിച്ചിട്ട് ഒരു മധ്യസ്ഥനാകാൻ കഴിയുമോ എന്ന് അമേരിക്കയ്ക്ക് ചോദിക്കാൻ പറ്റില്ല. ചോദിച്ചാൽ ഇന്ത്യ പണി നോക്കാൻ പറയും. ഇന്ത്യ ഒരു പരിധി വിട്ട് ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാൻ താല്പര്യം കാണിക്കുന്ന ഒരു രാജ്യവുമല്ല. യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. പാകിസ്ഥാൻ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന രാജ്യമാണ്. അമേരിക്കയിൽ നിന്ന് സാമ്പത്തിക സഹായം ഉൾപ്പെടെ ലഭിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അമേരിക്കയ്ക്ക് വേണ്ടി എന്ത് പണിയും ചെയ്യാൻ തയ്യാറാകേണ്ടി വരും. അമേരിക്കയുടെ ദൂതനാകേണ്ടി വരും. ഇന്ത്യക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. ലോകത്തെ അതിശക്തമായ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഈ ലേഖനത്തിലും ചബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ടും ചില പരാമർശങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇന്ത്യയുടെ താല്പര്യങ്ങൾ നരേന്ദ്രമോദി പണയം വെച്ചു, ഇറാനുമായിട്ടുള്ള ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നൊക്കെയുള്ള രീതിയിൽ. ശരിക്കും ചബഹാർ തുറമുഖം അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് തുടങ്ങുകയും നരേന്ദ്രമോദിയുടെ കാലത്ത് പൂർത്തിയാക്കപ്പെടുകയും ചെയ്ത ഒരു പദ്ധതിയാണ്. ഇന്നത്തെ ഇറാൻ ഇന്ത്യ റിലേഷൻ പോലും അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് തുടങ്ങുകയും പിന്നീട് നരേന്ദ്രമോദി വന്നതിന് ശേഷം കൂടുതൽ ശക്തമാക്കുകയും ചെയ്തതാണ്. ആ നരേന്ദ്രമോദിയാണ് ഇറാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയ രീതിയിൽ വിട്ടുവീഴ്ച ചെയ്തു, ഇറാനുമായിട്ടുള്ള ബന്ധത്തിൽ അകൽച്ചയുണ്ടായി എന്നൊക്കെ പറഞ്ഞ് ഇത്തരം ലേഖനങ്ങൾ പടച്ചുവിടുന്നത്. ചുരുക്കത്തിൽ ഇത് മോദി സർക്കാരിന്റെ വിദേശ നയത്തെ വിമർശിക്കാൻ വേണ്ടി മാത്രം എഴുതപ്പെട്ട അല്പം അതിരുകടന്ന ഒരു വിശകലനമാണ്. അന്താരാഷ്ട്ര ബന്ധങ്ങളെ ഈ ലേഖനത്തിൽ കാണുന്നത് പോലെ ലളിതമായി കാണാൻ കഴിയില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.